എല്ലാവർക്കും നമസ്കാരം. 2026 ഫെബ്രുവരി 1-ാം തീയതി തൈപ്പൂയമാണ്. ഈ തൈപ്പൂയത്തിന് 48 ദിവസങ്ങൾ വ്രതം അനുഷ്ഠിക്കാൻ താല്പര്യമുള്ളവർ ഡിസംബർ 15-ാം തീയതി വ്രതം തുടങ്ങണം. ഭഗവാൻ സുബ്രഹ്മണ്യന് വേണ്ടി 48 ദിവസങ്ങൾ ഒരു മണ്ഡലകാലം വ്രതം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് സാധാരണമായിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സകല നന്മകളും ഐശ്വര്യവും വന്നു ചേരും. ആദ്യം എന്താണ് കന്ദഷഷ്ഠിയും ഈ തൈപ്പൂയവും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. ഷഷ്ഠി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധർമ്മത്തിന് മുകളിൽ ധർമ്മം വിജയിച്ച കഥയാണ് ലോകത്തോട് വിളിച്ചു പറയുന്നതെങ്കിൽ തൈപ്പൂയം ആ വിജയത്തിന് പിന്നിലുള്ള രഹസ്യമാണ്. അതായത് ദേവന്മാരെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തിയ 3 ലോകത്തെയും അടക്കി ഭരിച്ചിരുന്ന താരകാസുരൻ എന്ന അസുരനെ ഇല്ലാതാക്കിയ ഭഗവാൻ സുബ്രഹ്മണ്യനെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് കന്ദഷഷ്ഠിയെങ്കിൽ ഇതിനു പുറകിൽ ഭഗവാൻ സുബ്രഹ്മണ്യന്റെ വേല് മാതാവായ പാർവതി ദേവി തൻ്റെ ശക്തിയെല്ലാം ഒന്നാക്കി ഭഗവാൻ സുബ്രഹ്മണ്യന്റെ കയ്യിൽ ആ വേല് നൽകിയ ദിവസമാണ് പൂയം. ഈ വേല് ലഭിച്ചതിന് ശേഷമാണ് ഭഗവാൻ സുബ്രഹ്മണ്യൻ താരകാസുരനെ ഇല്ലാതാക്കുന്നത്. വേലും മുരുകനും വേറെയല്ല എന്നുള്ള വേലിന് അത്രമാത്രം മഹത്വമുണ്ട്, വേലിന് അത്രമാത്രം ശക്തിയുണ്ട്. വേല് വീട്ടിൽ വയ്ക്കാമോ, പൂജ ചെയ്യാമോ എന്ന് ചോദിക്കുന്നവരോടായിട്ട് തീർച്ചയായിട്ടും ചെയ്യാം, അതിലൊരു സംശയവും ഇല്ല. നമ്മൾ വേല് വീട്ടിൽ വെച്ച് അഭിഷേകം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം, ചൊവ്വാഴ്ച ദിവസം അഭിഷേകം ചെയ്താൽ മതി. നമ്മളങ്ങനെ പൂജ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിലൊരു പ്രൊട്ടക്ഷനാണ്, ഒരു ധൈര്യമാണ്, ഒരു കാവൽ ദൈവമായി നിന്നുകൊണ്ട് നമുക്ക് ആ വേല് പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വേൽ എങ്ങനെ അഭിഷേകം ചെയ്യണം, വേൽ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ എങ്ങനെയാണ് അഭിഷേകം ചെയ്യേണ്ടത്, പൂജ ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ അറിയുവാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ സൈറ്റ് വഴി വേൽ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിൽ നല്ലത് വരട്ടെ കേട്ടോ. ഓം ശരവണ ഭവ. വെച്ചുവേൽ മുരുകനക്ക് ഹരോഹര.